പ്രതികരണം വേണം. നോക്കൂ, BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ കാശി വിശ്വനാഥനെ സാക്ഷ്യം വെച്ചുകൊണ്ടാണ് പറയുന്നത് BJP വിജയിക്കാൻ പോകുന്നു. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഉയർന്ന പോളിംഗ് ടേൺ ഔട്ടും പിരായിരിയിൽ കുറഞ്ഞ പോളിംഗ് ശതമാനമാണോ BJP-ക്ക് ആത്മവിശ്വാസം നൽകുന്നത്? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. അല്ല, ശ്രീ അരുൺകുമാർ, ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ വിജയം എന്ന് പറയപ്പെടുന്നത് 100% ഞങ്ങൾ ഉറപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾ കേരളത്തിലെ നിയമസഭയിൽ ആദ്യമായിട്ടൊരു പാലക്കാടുകാരനാലാണ് ഞങ്ങൾ ആദ്യമായി നിയമസഭയിൽ കയറിയത്, ബഹുമാനായ ശ്രീ ഒ രാജഗോപാൽജി. രണ്ടാമത് ഞങ്ങളുടെ നിയമസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകുന്നതും ഒരു പാലക്കാടുകാരനാലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. നേരത്തെ നിങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ്റെ പോസ്റ്റ് തന്നെ പറഞ്ഞല്ലോ, വടക്കുന്നാഥൻ്റെ മണ്ണിൽ നിന്ന് ഞങ്ങൾ രാജ്യ തലസ്ഥാനത്തേക്ക് ആൾ പോയപ്പോൾ വിശാലാക്ഷി സമേത വിശ്വനാഥൻ്റെ മണ്ണിൽ നിന്ന് ഞങ്ങൾ സംസ്ഥാന തലസ്ഥാനത്തേക്ക് BJP-യുടെ വ്യക്തി പോവും, ഒരു സംശയവും വേണ്ട. ഈ കണക്കുകൾ അരുൺകുമാർ നേരത്തെ പറഞ്ഞ എല്ലാ കണക്കുകളും കൃത്യമാണ്. ആ കണക്കുകൾ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളതാണ്. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെയും ഞങ്ങളുടെ പാർട്ടി അനുഭാവികളെയും ഞങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറുള്ളവരെയും കൃത്യമായി തന്നെ ഞങ്ങൾ സമ്പർക്കം ചെയ്ത് അവരെ പോൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പോളിങ്ങിൽ ഞങ്ങൾക്കൊരു കുറവുണ്ടായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 100% രാഹുൽ മാങ്കൂട്ടത്തിൽ K മുരളീധരൻ്റെ ഗതിയുമായിട്ട് പാലക്കാട്ടിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് പാലക്കാരനായിട്ട് പോകേണ്ടി വരും എന്നുള്ളത് കൃത്യമായി എഴുതി വയ്ക്കുക. ഒരു സംശയം വേണ്ട. K മുരളീധരൻ്റെ ഗതി രാഹുൽ മാങ്കൂട്ടത്തിന് വരും. C കൃഷ്ണകുമാർ നിയമസഭയിൽ പോരാട്ടം BJP-യും LDF-ഉം തമ്മിലാണ് എന്നാണ് BJP-യുടെ കണക്കുകൂട്ടൽ. അല്ല, ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം വന്ന സമയത്ത്, അതിൻ്റെ പോളിംഗ് പെർസെൻറ്റേജ് വന്ന സമയത്ത് പഞ്ചായത്തുകളിൽ നടന്നിട്ടുള്ള പോളിങ്ങിൻ്റെ ഭാഗമായി വന്ന കാര്യത്ത് അരുൺകുമാർ പറഞ്ഞ ഒരു 4000-5000 വോട്ടിൻ്റെ ഒരു ഡിഫറൻസ് സ്വാഭാവികമായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കുറവുണ്ടായിരിക്കാം പഞ്ചായത്തുകളിൽ. എങ്കിലും ഇതൊക്കെയാണ് എങ്കിലും ജനാധിപത്യത്തിലെ ഏറ്റവും നല്ല ദിവസം 23-ാം തീയതി കാണാം. ജനങ്ങൾ തിരുത്തൽ ശക്തികളായി അത് ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും ജനാധിപത്യത്തിലെ നല്ല ദിവസത്തിലേക്ക് തന്റെ നിയമപരമായ ഒരു വോട്ട് ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് വിനിയോഗിക്കാഞ്ഞത് എന്തുകൊണ്ടാണ് ഉല്ലാസ് ബാബു? നോക്കൂ ശ്രീ അരുൺകുമാർ, കൃത്യമായിട്ട് തന്നെ ഞങ്ങളുടെ ജില്ലാ അധ്യക്ഷൻ ഹരിദാസ് തന്നെ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ പരിപൂർണമായിട്ട് യാതൊരുവിധ തരത്തിലുള്ള ഫോക്കസ് ഔട്ട് പോവാതെ കൃത്യമായിട്ടുള്ള വോട്ടുകൾ ചേർത്തി ആളുകളെ കൊണ്ടുപോയി ചെയ്യിക്കുക എന്ന ദൗത്യമായിരുന്നു. ഇവിടെ ഹരിദാസ് ഞങ്ങളുടെ ജില്ലാ അധ്യക്ഷൻ വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് നിങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടുത്തെ പല വർഗീയ സംവിധാനങ്ങളും അതിനെതിരെ ശക്തമായി വന്ന് അതിലൂടെ വേറെ തരത്തിലുള്ള പല അഭ്യാസങ്ങൾ നടത്താൻ അവർ പ്ലാൻ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഫോക്കസ് എന്ന് പറയപ്പെടുന്നത് പരിപൂർണമായിട്ടും മറ്റ് ഞങ്ങളുടെ അണികളെ കൊണ്ടും ഞങ്ങളുടെ പ്രവർത്തകരെ കൊണ്ടും ഞങ്ങളുടെ വോട്ട് ചെയ്യുന്നവരെ കൊണ്ട് കൃത്യമായി വോട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഒരു സംഘർഷം ഞങ്ങൾ ഈ സമയത്ത് ആഗ്രഹിക്കുന്നില്ല. വിജയിക്കാൻ പോകുന്നതിൻ്റെ ആഹ്ലാദത്തിൽ നിൽക്കുമ്പോൾ ആ സംഘർഷം വേണ്ട ജില്ലാ അധ്യക്ഷൻ കൂടി അങ്ങനെ ഒരു നിലപാടെടുത്തു എന്നുള്ളത്. ഞാൻ ജിൻഡോയിലേക്ക് വന്നാൽ, Debate with Dr. Arun Kumar.